الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال لا تظلمن إذا ما كنت مقتدرا فالظلم ترجع عقباه إلى الندم تنام عيناك والمظلوم منتبه يدعو عليك وعين الله لم تنم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാവനം ചെയ്തും മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും ആയി ജീവിച്ചു മരിക്കാൻ അധ്വാനിക്കണം, പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ, മുസ്ലിമായ വിശ്വാസിയായ ഒരു നല്ല മനുഷ്യന്റെ ഏറ്റവും പ്രകടമായ അടയാളം അവന്റെ പ്രത്യക്ഷമായ രൂപമാണ്. ഒരാൾ ഒരു മുസ്ലിമിനെ മനസ്സിലാക്കുന്നത് നീണ്ട താടിയും നെര്യാണിക്ക് മേലെയുള്ള വസ്ത്രവും ഒരു പുരുഷനെ മുസ്ലിമായ ഒരു മുഅ്മിനായ ഒരു മനുഷ്യനായി നോക്കിക്കാണുന്നവന് പെട്ടെന്ന് അടയാളപ്പെടുത്തുന്നു. ഒരു വിശ്വാസിനിയായ, ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നല്ല വിശ്വാസിനിയായ ഒരു മുസ്ലിമത്തായ ഒരു പെണ്ണ്, അവളെ പെട്ടെന്ന് നോക്കുന്ന ഒരാൾ തിരിച്ചറിയുന്നത് അവളുടെ ഹിജാബിലൂടെയാണ്. അവരൊന്നും അറിയാതെ, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ. എന്നാൽ തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി മറ്റുള്ള ഒരാളുമായി ഇടപഴകുന്നിടത്ത് രണ്ടാമതായി അവനിലെ മുസ്ലിമിനെ തിരിച്ചറിയിപ്പിക്കുന്നത്, വിളിച്ചോതുന്നത് അവന്റെ സ്വഭാവമാണ്. നല്ല സ്വഭാവം നല്ല ഈമാനിന്റെ പ്രകടനമാണ്. അൽ അഖ്ലാഖുൽ
ഫാദില സമറത്തുൻ മിനൽ ഈമാനിർ റാസിഖ്. അടിയുറച്ച ഈമാനിന്റെ ഉൽപ്പന്നമാണ് നല്ല സ്വഭാവം എന്ന് പറയുന്നത്. ഏതൊരു സമയത്തൊരു മനുഷ്യൻ അവന്റെ മതത്തിൽ നിന്ന് അകലുന്നുവോ അതിനനുസരിച്ച് മോശമായ സ്വഭാവങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ വൽ ഈമാനു ഹുമാ ഖരീനാൻ. ലജ്ജയും ഈമാനും ഒരേ ഖരീനാണ്, കൂട്ടുകാരാണ്, ഒന്നിച്ചുള്ളവരാണ്. ഇദാ റുഫിയ അഹദുഹുമാ റുഫിയ അൽ ആഖർ. അതിൽ ഒന്ന് ഒരാളിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ രണ്ടാമതും ഉയർത്തപ്പെടും. അപ്പോ ഒരു നല്ല സ്വഭാവം എന്ന് പറയുന്നത് നല്ല ഈമാനിന്റെയും വിശ്വാസത്തിന്റെയും ഇസ്ലാമിന്റെയും അടയാളമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ, വിശ്വാസികളെ മുഅ്മിനായ നാം ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രകടമായി കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മളുടെ ഇസ്ലാമികമായ വ്യക്തിത്വം എന്ന് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് അനുഭവപ്പെടണമെങ്കിൽ നാം നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്വഭാവങ്ങളുടെ അപര്യാപ്തത അവിടെ ഫില്ല് ചെയ്യപ്പെടുന്നത് ചീത്ത സ്വഭാവങ്ങളാണ്. ചീത്ത സ്വഭാവങ്ങളെ കുറിച്ച് വളരെയേറെ ശക്തമായി ഇസ്ലാം നമ്മളോട് താക്കീത് ചെയ്യുന്നുണ്ട്. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഒരു നിലക്കുമുള്ള ദുസ്വഭാവങ്ങളും കടന്നു വന്നുകൂടാത്തതാണ്. ഓരോന്നിനെയും ഇസ്ലാം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഈ സ്വഭാവം മോശമാണ്, നിന്റെ അടുക്കൽ ഒരിക്കലും അതുണ്ടാകരുത്, അതിന് ഇന്ന ഗൗരവമുണ്ട്, ഇന്ന കടുത്ത ശിക്ഷയുണ്ട് എന്ന് ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയും വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ വിവരണത്തിന്റെ മാർഗത്തിലും മുസ്ലിം സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഏതാനും ചില ഇസ്ലാം താക്കീത് ചെയ്ത, ഇസ്ലാം കഠിനമായി വെറുക്കുന്ന, എന്നാൽ മനുഷ്യർക്കിടയിൽ വ്യാപകമായി നിലനിൽക്കുന്ന, മുസ്ലിമായ മനുഷ്യർ ജാഗ്രത പുലർത്തേണ്ട ചില ദുസ്വഭാവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുവാനാണ് ഇനിയുള്ള 1-2 ഖുതുബകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമതായി ഇസ്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ താക്കീത് ചെയ്യുന്ന ഒരു ദുസ്വഭാവം, അഥവാ ഇന്ന് മനുഷ്യർക്കിടയിൽ വ്യാപകമായി നമ്മൾ കാണുന്നതും അധികം ആളുകളും രക്ഷപ്പെടാത്തതുമായ ഒരു ദുസ്വഭാവമാണ് അദ്ദുൽ, അഥവാ ദുൽമ്, അക്രമം ചെയ്യുക, അനീതി ചെയ്യുക എന്നത്. ദുൽമ് എന്ന പദത്തിന് കണിശമായി ഉറച്ച മലയാള പദം പറയാൻ കഴിയുകയില്ല. ഖുർആൻ ഏറ്റവും കൂടുതൽ ഹദീസുകളിൽ വളരെയേറെ വ്യാപകമായി താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദുസ്വഭാവമാണ് ദുൽമ്. ദുൽമിനെ കുറിച്ച് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനം, അതിന്റെ താരീഫ്, ഒരു സംഗതി അതിന്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കലാണ് സത്യത്തിൽ ദുൽമ് എന്ന് പറയുന്നത്. സത്യത്തിൽ നിന്നുള്ള തെറ്റലാണ്. അതുപോലെ തന്നെ സത്യത്തിന്റെ നീതിയിൽ നിന്നുള്ള വ്യതിചലനമാണ്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് നിന്ന് പറഞ്ഞത് അൽ അദ്ലുവാനിൽ ഖസ്ദി, മധ്യമ നിലപാടിൽ നിന്ന് തെറ്റിപ്പോകലാണ്. ഇതൊക്കെ ദുൽമാണ്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ അതിനെ പ്രതിപാദിക്കുമ്പോഴൊക്കെയും ദുൽമ് എന്ന പദമാണ് ഞാൻ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദുൽമ് നമ്മൾ മലയാളത്തിൽ പോലും അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമത്തിന്റെ ഓപ്പോസിറ്റാണ് അക്രമം. ഒരു സംഗതിയുടെ ക്രമം തെറ്റിക്കുന്നതിനെയാണല്ലോ അക്രമം എന്ന് പറയുന്നത്. അതാണ് ദുൽമ്. ഹക്കിന്റെ എതിരാണ് ദുൽമെന്ന് പറയുന്നത്. അദലിന്റെ എതിരാണ് ദുൽമെന്ന് പറയുന്നത്. മീസാനിന്റെ തെറ്റിച്ചു കളയുന്നതാണ് ദുൽമെന്ന് പറയുന്നത്. ഈ ദുൽമ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാത്തതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം ഏൽക്കുന്ന ഒന്നാണ് ഒരാൾ വാലിമായി തീരുക എന്നത്. അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, സൂറത്ത് ഹൂദിലെ 18ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗമാണ്. സഹോദരന്മാരെ, അറിയുക നിങ്ങൾ, ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം ആരുടെ മേലാണ്? അലൽ ളാലിമീൻ, അക്രമികളുടെ മേലാണ്. ഒരു മനുഷ്യൻ, അവൻ അല്ലാഹുവിന്റെ നിയമം, ഈ ഭൂമി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, ഈ ആകാശം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഹക്കിലും അദലിലുമാണ്, സത്യത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനത്തിലാണ്.
ആ സത്യവും നീതിയും മനുഷ്യർക്കിടയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഈ പ്രപഞ്ചം എത്ര സുതാര്യമായും ക്രമത്തോടുകൂടിയും നടന്നു പോകുന്നുവോ മനുഷ്യരുടെ ജീവിതവും ആ താളക്രമത്തിൽ നിലനിൽക്കുകയുള്ളൂ. ആകാശങ്ങളിൽ പാരാവാരം നക്ഷത്രങ്ങളുണ്ടെന്ന് ചൊല്ലിപ്പഠിക്കുകയും നോക്കിക്കാണുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അവയൊക്കെയും അവരുടെ ഭ്രമണപഥത്തിൽ അതാത് നിശ്ചയിക്കപ്പെട്ട തലങ്ങളിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നു. ഒന്നുപോലും പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. സൂര്യന്റെ ഉദയവും അസ്തമയവും തെറ്റുന്നില്ല. ചന്ദ്രന്റെ വരവും പോക്കും മാറുന്നില്ല. അത് മുഴുവനും എന്തുകൊണ്ടാ? അത് മുഴുവനും അള്ളാഹു അദിലിന്റെ പേരിൽ അതുപോലെ തന്നെ അക്കടിസ്ഥാനത്തിലാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, നിശ്ചയിക്കുന്നത്. അവ താളക്രമം തെറ്റിക്കാത്തത് കൊണ്ട് അവിടെ ഒരു പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, എവിടെ താളം ക്രമങ്ങൾ തെറ്റുന്നുവോ, അള്ളാഹു നിശ്ചയിച്ച ക്രമങ്ങൾ തെറ്റുന്നുവോ, അള്ളാഹു നിശ്ചയിച്ച ക്രമങ്ങൾ തെറ്റിക്കുന്നുവോ, അവിടെ ജീവിതത്തിന്റെ താളക്രമം, ലോകത്തിന്റെ താളക്രമം തെറ്റും. ഞാൻ അതുകൊണ്ട് അതിക്രമം കാണിക്കുകയില്ല, ക്രമം തെറ്റിക്കുകയില്ല. ഞാനത് എനിക്ക് സ്വന്തം നിഷിദ്ധമാക്കിയിരിക്കുന്നു. കാരണം ലോകം അതിന്റെ നല്ല ക്രമത്തിൽ, താളാത്മകതയിൽ, അതിന്റെ വ്യവസ്ഥയിൽ മുന്നോട്ടു പോകാൻ വേണ്ടി അള്ളാഹു പറയുന്നു, നിങ്ങളും അതുകൊണ്ട് ആ ഹക്കിനെ, അദിലിനെ തെറ്റിക്കാൻ പാടില്ല. യാ ഇബാദി, ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ദുൽമ ചെയ്യുക എന്നത് ഞാൻ എന്റെ സ്വന്തം കാര്യത്തിൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, നിന്റെ രക്ഷിതാവ് ഒരു അടിമയോട് ഒരു തുരിമ്പ് പോലും അക്രമം ദുൽമ കാണിക്കുകയില്ല. അതുകൊണ്ട് വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തവാലിമു, ജനങ്ങളെ, എന്റെ ദാസന്മാരെ, നിങ്ങൾക്കിടയിലും ക്രമം തെറ്റിക്കുന്നതിനെ, അക്രമത്തെ, അനീതിയെ ഞാൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ അതുകൊണ്ട് പരസ്പരം ദുൽമ കാണിക്കരുത്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർ ഏറ്റവും വലിയ വാലിം ഈ ലോകത്ത്. ഒന്നാമത്തെ വാലിമാരാണ്, അവൻ പിശാചാണ്, ഇബ്ലീസാണ്, ശൈത്താനാണ് ഏറ്റവും വലിയ വാലിം. ഒന്നാമത്തെ വാലിം ശൈത്താനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അല്ലാഹു സുജൂദ് ചെയ്യാൻ, ഇബ്ലീസ് അടക്കം അവിടെ ഉണ്ടായിരുന്നവരോട് ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അവർ സുജൂദ് ചെയ്തു. ആദം ചെയ്തില്ല, പിന്നെ ഇബ്ലീസ് ചെയ്തില്ല. അതുപോലെ അവർക്ക് സ്വർഗത്തിൽ താമസിക്കാൻ സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടിയ ഇടം നൽകി. ഒരു കാര്യത്തിൽ അവർക്ക് ഒരു ലിമിറ്റ് വെച്ചു. ആ ലിമിറ്റ് അവർ തെറ്റിച്ചു. ആദം നബി അലൈഹിസ്സലാമും ഭാര്യയും അത് തെറ്റിച്ചത് തെറ്റിന്റെ മറന്നുകൊണ്ടും അതുപോലെ തന്നെ പിശാചിന്റെ പ്രേരണ കൊണ്ടുമായിരുന്നുവെങ്കിൽ, പിശാച് ക്രമം തെറ്റിച്ചത് അക്രമത്തിലൂടെയും അഹങ്കാരത്തിലൂടെയും അതുപോലെ തന്നെ അസൂയ കൊണ്ടും പക കൊണ്ടുമായിരുന്നു. അതുകൊണ്ട് ആ പിശാചിന്റെ മാർഗമുണ്ട് നിന്റെ മുമ്പിൽ. അവന്റെ ജോലി തന്നെ ക്രമം തെറ്റിക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കലാണ്. അപ്പൊ മനുഷ്യൻ രണ്ട് അടിസ്ഥാന ബലങ്ങൾക്കിടയിലുള്ള പരീക്ഷണത്തിലാണ്. ഒന്നുകിൽ നിനക്ക് പടച്ച റബ്ബിന്റെ ശരിയായ നീതിയുടെ അടിസ്ഥാനത്തിലുള്ള, അക്രമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാർഗത്തിൽ നിന്നുകൊണ്ട് ഇൻസാനുർ റബ്ബാനി, ഒരു ദൈവിക അല്ലാഹുവിന്റെ സഹായത്തോടു കൂടിയ ഒരു നല്ല സച്ചരിതനായ മനുഷ്യനായി മാറാ. അതല്ല, നിനക്ക് അക്രമങ്ങളെ തെറ്റിക്കുന്ന പിശാചിന്റെ മാർഗത്തിൽ ചേർന്ന് അവന്റെ കൂട്ടുകാരനായി തീരാം. ഈ രണ്ട് ബലാബല പരീക്ഷണങ്ങൾക്ക് നടുവിലെ ഒരു പരീക്ഷണ വസ്തുവാണ് സത്യത്തിൽ മനുഷ്യൻ. അതുകൊണ്ട് ആ അക്രമം ലോകത്തിൽ എല്ലാ നിലക്കുമുള്ള അക്രമങ്ങൾ ലോകത്ത് കാലാകാലത്ത് നിലനിന്നിട്ടുണ്ട്. ആ കാലങ്ങളിലൊക്കെയും അല്ലാഹുവിന്റെ ദാസന്മാരെ, ആത്മാർത്ഥതയുള്ള ദാസന്മാരെ, പടച്ചവനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു അവന്റെ പ്രവാചകന്മാരിലൂടെ താക്കീത് നൽകിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവിധ ദുൽമുകളും നിങ്ങൾ എടുത്താൽ അത് 3 ഇനം ദുൽമുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ദുൽമുൽ ഇബാദി ലിറബ്ബിഹി, ദുൽമുൽ ഇബാദി ലിനഫ്സിഹി, ദുൽമുൽ ഇബാദി ലിൽ ഇബാദ്. 3 തരത്തിലുള്ള അതിക്രമങ്ങളാണ്, ദുൽമുകളാണ് ലോകത്തിലുള്ളത്. ഒന്ന്, മനുഷ്യർ അവന്റെ സൃഷ്ടാവായ പടച്ചവനോട് ചെയ്യുന്ന ദുൽമ്. രണ്ടാമത്തത്, മനുഷ്യൻ അവന്റെ സ്വന്തത്തോട് ചെയ്യുന്ന ദുൽമ്. മൂന്നാമത്തത്, മനുഷ്യൻ അവന്റെ സഹജീവികളോട് ചെയ്യുന്ന ദുൽമ്. ഈ 3 ദുൽമുകളായാലും മനുഷ്യൻ വിശ്വാസികൾ, ഒരു വിശ്വാസിനി ജാഗ്രത പുലർത്തേണ്ടതാണ്. ഏറ്റവും വലിയ അക്രമം, ഒന്നാമത്തെ ദുൽമ്, ഒരു അടിമ അവന്റെ റബ്ബിനോട് അക്രമം കാണിക്കലാണ്. എന്താണ് അല്ലാഹുവിനോടുള്ള
അള്ളാഹുവിനോടുള്ള അക്രമം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് ദുൽമ കാണിക്കുക എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന നിവാം, അവന്റെ വ്യവസ്ഥ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ മാത്രം ആരാധിക്കാനാണ്. ആ ആരാധിക്കുക എന്ന സംവിധാനത്തിൽ നിന്ന് ആര് തെറ്റുന്നുവോ, വഹുവ ളാലിമുൻ ലിറബ്ബിഹി അൽ കാഫിറു വൽ മുൽഹിദു വൽ മുനാഫിഖു വൽ മുബ്തദിഉൻ, ഇവരൊക്കെയും അള്ളാഹുവിനോട് അക്രമം കാണിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ വിശ്വാസത്തിനെ തെറ്റിക്കുന്ന ആളുകൾ, അള്ളാഹുവിന് നൽകേണ്ട ആരാധനയെ തെറ്റിച്ച് മറ്റുള്ളവർക്ക് നൽകുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കാതിരുന്നവർ, അള്ളാഹുവിന്റെ ദീനിനെ അംഗീകരിക്കുന്ന, ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നതിന് പകരം കേവലം നാവുകൊണ്ടും പ്രകടമായ പിന്നെ അടയാളങ്ങൾ കൊണ്ടും മാത്രം സ്വീകരിക്കുന്ന മുനാഫിക്കുകൾ, ഇവരൊക്കെയും ളാലിമുൻ ലിറബ്ബിഹിയാണ്. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അദീം. മനുഷ്യരെ, ഈ ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യൻ ചെയ്യാവുന്ന അക്രമങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അക്രമം അല്ലാഹു പറയുന്നത്, യാ ബുനയ്യ ഇന്ന ശിർക യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ഇമാം ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ, ലുഖ്മാൻ അൽ ഹക്കീമിന്റെ മകന്റെ നോടുള്ള ഉപദേശത്തിന്റെ രൂപേണ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു, മകനെ, നീ അല്ലാഹുവിലെ ഏകത്വത്തിൽ പങ്കുചേർക്കാൻ പാടില്ല കേട്ടോ. കാരണം അങ്ങനെ പങ്കുചേർക്കുന്നതാണ് ഏറ്റവും വലിയ അക്രമം. രണ്ടാമത്തെ അക്രമം ളാലിമുൻ ലിനഫ്സി, ഓരോരുത്തരും അവരവരോട് തന്നെ ചെയ്യുന്ന അക്രമമാണ്. എന്താണ് അല്ലാഹു മനുഷ്യൻ അവനോട് ചെയ്യുന്ന അക്രമം എന്ന് പറയുന്നത്? അത് അല്ലാഹു നിശ്ചയിച്ച നിയമപരിധികളിൽ നിന്ന് അവന്റെ ജീവിതത്തെ തെറ്റിച്ചു നടത്തലാണ്. അത് കൗലിലായാലും ഫിഅലിലായാലും കർമ്മങ്ങളിലായാലും വിശ്വാസങ്ങളിലായാലും വാക്കുകളിലായാലും പെരുമാറ്റങ്ങളിലായാലും ആചാരങ്ങളിലായാലും എവിടെയാണോ അല്ലാഹു നിശ്ചയിച്ചു തന്നത് ആ നിശ്ചയത്തിനപ്പുറത്തേക്ക് കടക്കുക, ആ നിശ്ചയത്തിൽ എത്താതിരിക്കുക, ഇത് രണ്ടും ദുൽമാണ് സഹോദരന്മാരെ. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ലാ തുഖദ്ദിമൂ ബൈന യദില്ലാഹി വറസൂലി, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അതിന് വിട്ടുകടക്കാൻ പാടില്ല. അതേപോലെ തന്നെ അഹ്ലുൽ കിതാബുകാരെ കുറിച്ച് പറയുമ്പോ അല്ലാഹു പറഞ്ഞില്ലേ, അഹ്ലുൽ കിതാബുകാരെ ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തിൽ അതിര് കവിയാൻ പാടില്ല. അഥവാ അല്ലാഹു നിശ്ചയിച്ചു തന്ന പരിധിക്കപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ നോക്കൂ, ഇന്ന് ജീവിക്കുന്ന അഹ്ലുൽ കിതാബുകാരെ സംബന്ധിച്ചിടത്തോളം, വേദക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നലെയുമൊക്കെ, ഇന്നലെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പരമമായ ഒരു മതപരമായ ആഘോഷത്തിന്റെ ഏറ്റവും പരമമായ ഒരു ദിവസമാണ്. 99% ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമൂഹം ഇന്നലെ അവർക്ക് പ്രധാനപ്പെട്ട ഒരു മത ആഘോഷമാണ്. എന്നാൽ ഈ ആഘോഷം എവിടുന്ന് കിട്ടിയവർക്ക് പ്രമാണത്തിലുണ്ടോ? യേശു പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഈസാ അലൈഹിസ്സലാം അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? അതല്ല, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ തന്റെ അപ്പോസ്തലന്മാരിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് പ്രവാചകനായ യേശുവേ, ഈസാ പ്രവാചക, അങ്ങയുടെ ജന്മദിനമാണല്ലോ ഇന്ന്, ഞങ്ങളതൊരു ആരാധനയായി ആഘോഷിക്കട്ടെ, ഒരു പ്രത്യേക പ്രാർത്ഥനയും ഒരു പുതിയ ഉടുപ്പും പ്രതി ആചാരങ്ങളുമൊക്കെയായി നടത്തുന്നത് കണ്ടപ്പോ തരക്കേടില്ല എന്ന് അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് കൊടുത്തോ? ഇല്ല, ഇത് മൂന്നുമില്ല. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? ഇതുപോലെ ഓരോന്നും അള്ളാഹുവിലേക്ക് വിളിക്കാൻ വന്ന ഈസാ നബിയെ കുറിച്ച് അവർ എന്തു പറഞ്ഞു കളഞ്ഞു? ഇബ്നുല്ലാഹ്, അള്ളാഹുവിന്റെ മകനാണെന്ന് അവർ പറഞ്ഞു കളഞ്ഞു. അതുപോലെ തന്നെ മസീഹുൽ ഈസ തന്നെയാണ് ഹുവല്ലാഹ് എന്നവർ പറഞ്ഞു കളഞ്ഞു. അപ്പോഴാണ് അള്ളാഹു അവരോട് പറഞ്ഞത്, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിര് കടക്കരുത്. ഇനി നിങ്ങൾ മുഹമ്മദ് നബിയുടെ സമുദായത്തിലേക്ക് വന്നു നോക്കൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലം പച്ച വെളിച്ചത്തിൽ അവർക്ക് ലോകത്തിന്റെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തു. ആയത്തുകൾ അല്ലാഹു ഇറക്കി, ജീവിതം കൊണ്ട് റസൂൽ അത് പ്രാക്ടിക്കലാക്കി കാണിച്ചു കൊടുത്തു. പോരായ്മകളുള്ളിടത്ത് ആ സമൂഹത്തെ റസൂൽ തിരുത്തി, ആവശ്യങ്ങൾ പോരാത്തിടത്തവർക്ക് പറഞ്ഞുകൊടുത്തു. അധികം വന്നെടുത്തവരെ തിരുത്തി, അരുതാത്തവരിൽ വന്നു പോകുമ്പോ അവരെ താക്കീത് ചെയ്തു. അങ്ങനെ ഏറ്റവും മാതൃകയുള്ള ഒരു സമൂഹത്തിന്റെ പൂർണ്ണ സൃഷ്ടിപ്പ് തുറന്നു വെച്ച കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷമാണ്, തൃപ്തി അടഞ്ഞുകൊണ്ടാണ് റസൂൽ എന്ന് പറയുന്ന പ്രവാചകനും വിപ്ലവ നായകനും
പരിപാലകനും വിമോചകനും ഒക്കെയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. അങ്ങനെ ആ പ്രവാചകൻ മാതൃകയാക്കി വളർത്തിയ സമൂഹത്തെയും ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹു ഉയർത്തി വെച്ചു. എന്നിട്ട് ലോകത്തോട് പറഞ്ഞു, ഏറ്റവും അത്യുത്തമമായ വ്യവസ്ഥാപിതമായ അതിലോടുകൂടിയ ഹക്കോടുകൂടിയ ഒരു ജീവിതം നിങ്ങൾക്ക് കാണണമെന്നുണ്ടോ? ഇതാ ശർക്കിലുള്ളവരെ, പാശ്ചാത്യ ലോകത്തുള്ളവരെ, ഭൂമിയുടെ പൗരസ്ത്യദിക്കിൽ ജീവിക്കുന്നവരെ, ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്ന ഉയരത്തിൽ ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെ ഇതാ ഒരു സമൂഹത്തിന്റെ ചിത്രം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വിട്ടേച്ചു പോകുന്നു. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വത്തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടു. അവരുടെ ജീവിതമാണ് മതം. ആ മതത്തെ അവിടെ നിർത്തിയെടുത്ത് നിർത്തുക, അവർ അനുവദിച്ചത് അനുവദിക്കപ്പെടുക, അവർ പ്രവർത്തിച്ചത് പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യാത്തിടത്തോളം, ചെയ്യാതിരിക്കുമ്പോൾ അവൻ വാലിമുൽ ലിനഫ്സിഹി. മതത്തിന്റെ കാര്യത്തിലും വൈയക്തികമായ കാര്യത്തിലും ഇടപാടുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹു പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തിൽക ഹുദൂദുല്ലാഹ്, അത് അല്ലാഹുവിന്റെ അതിരുകളാണ്. ഓരോ കാര്യത്തിലും അല്ലാഹു അതിര് വെച്ചിട്ടുണ്ട്. ആ അതിരിൽ നിങ്ങൾ നിൽക്കണം. ഫലാ തഅതദൂഹാ, നിങ്ങൾ അതിനെ വിട്ടുകിടക്കരുത്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ പരിമിതികളെ, അതിർവരമ്പുകളെ വിട്ടുകടന്നാൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവരാണ് വാലിമീങ്ങൾ. എല്ലാ കാര്യത്തിലും ഏതുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യൻ മുസ്ലിം ആകൂല. നിങ്ങൾ നോക്കി, ഉമർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയാണ്, അല്ലാഹുവിന്റെ ദൂതരെ, ഞാൻ എന്റെ അല്ലാഹുവിനെയും എന്റെ സ്വന്തത്തെയും കഴിച്ചാൽ ഈ ഭൂമിയിൽ ഏറ്റവും എനിക്കിഷ്ടം താങ്കളോടാണ്. അതായത് ലോകത്തിലെല്ലാരെക്കാട്ടും ഞാൻ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് റസൂലിന്റെ മുമ്പിൽ അംഗീകാരം വാങ്ങാനാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത്ര ഇഷ്ടമായിട്ട് പറഞ്ഞതാ, റസൂലേ, അള്ളാനെ കഴിച്ചാൽ, എന്റെ സ്വന്തത്തെ കഴിച്ചാൽ പിന്നെ ഏറ്റവും ഇഷ്ടം അങ്ങാണ്. അപ്പൊ എന്താ റസൂൽ പറഞ്ഞത്? മാഷാ അള്ളാനാ? അല്ല, എന്താ പറഞ്ഞത്? മുസ്ലിം ആയിട്ടില്ല എന്നാ പറഞ്ഞത്. എപ്പോഴും മുസ്ലിം ആയിട്ടില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഓരോ ആളുകളും സ്വന്തത്തെക്കാളും അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ മക്കളെക്കാളും ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും അവനാൻ കഴിച്ചിട്ടല്ല, അവ സ്വന്തത്തെക്കാളും ആരിഷ്ടപ്പെടണം? റസൂലിനെ ഇഷ്ടപ്പെടണം. അപ്പൊ റസൂലിനെ സ്നേഹിക്കുക എന്നത് മഹബ്ബത്തു റസൂൽ, ഹുബ്ബുർ റസൂൽ, ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനപരമായ അത്യന്താപേക്ഷിതമായ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും ഭാഗം. പക്ഷേ അതിന്റെ രൂപം എങ്ങനെയാ? അതിലൂടെ റസൂൽ സമ്മതിച്ചില്ല. റസൂലിനെ അവർക്ക് അത്ര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം റസൂൽ ഒരു കല്യാണപ്പുരയിലേക്ക് ഇങ്ങനെ കടന്നു വരിക. അപ്പോൾ അവിടെ നിന്ന് സന്തോഷം കൊണ്ട് കുറച്ച് കുട്ടികൾ ഒരൊറ്റ പാട്ട്. എന്താ പാട്ട്? എല്ലാരും കേൾക്കേ, ഞങ്ങൾക്കൊരു റസൂൽ വന്നിട്ടുണ്ട്. ഫീന റസൂലുൻ യഅലമു മാ ഫിൽ ഗദ്, നാളെ എന്ത് നടക്കുമെന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങൾക്ക് വന്നിട്ട്. കല്യാണപ്പുര എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഉണ്ടാവും, മുശ്രിക്കുകളും മുഅ്മിനീങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബപരമായ ഒരു ഇതല്ലേ. അപ്പൊ എല്ലാവരും മക്കത്തുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോ കുട്ടികൾ പാട്ടുപാടി, ഫീന റസൂലുൻ യഅലമു മാ ഫിൽ ഗദ്, നാളെ നടക്കാൻ പോകുന്നു എന്ന് അറിയാൻ പറ്റുന്ന. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാവിയിലുള്ള പല കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ട്. മരിക്കും, കബറിൽ ചോദ്യമുണ്ട്, പരലോകമുണ്ട് എന്ന് പറയാൻ നാളെയുള്ള പലതും. നാളെ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറൊക്കെ പറയും, പലതും പറയും. ആ അടിസ്ഥാനത്തിൽ മക്കൾ സന്തോഷം കൊണ്ട് റസൂലിനെ അവരുടെ മുമ്പിൽ റസൂലിന്റെ ഗാംഭീര്യം കാണിച്ചുകൊണ്ട് പാട്ടുപാടി. അപ്പൊ റസൂൽ ഇങ്ങനെ കല്യാണപ്പുരയിൽ കോളറൊക്കെ ഇങ്ങനെ തട്ടി ഇങ്ങനെ കുത്തിരിക്കല്ല, മെല്ലെ മക്കളെടുത്ത് കിടിച്ചെന്ന്. എന്നിട്ട് തട്ടിയിട്ട് പറഞ്ഞ, മക്കളെ ഇനി അങ്ങനെ പറയുന്നുണ്ടോ? ഇനി അങ്ങനെ പറയരുത്. എന്താ കാരണം? റസൂല് മാഫിയതില്ല, നാളെ നടക്കുന്നത് അറിയുന്നവനല്ല റസൂല്. അത് തിരുത്തി. എന്നിട്ട് റസൂൽ അവർക്ക് ഒരു ആദർശം പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ നിങ്ങൾ എന്നെ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. മറിച്ച് ഖൂലു അബ്ദുല്ലാഹി വറസൂലി, അള്ളാഹിന്റെ അടിമയും അള്ളാഹുവിന്റെ ദൂതനുമാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അതെന്റെ ലിമിറ്റാ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ശരിയാണ്. ഇനി നിങ്ങൾക്ക് മാക്സിമം പറയണോ? രണ്ടാമത്തെ എന്താ? ഞാൻ അള്ളാഹുവിന്റെ റസൂല. അതിന്റെ അപ്പുറം പറയരുത്. അത് എന്താണ്? ഹുദൂദുല്ലാഹ് അല്ലേ? കുൽ, നീ പറയുക എന്താണ്? പിന്നെ കുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാ. അതിന്റെ അർത്ഥം എല്ലാ പോലെ രാമൻകുട്ടിയെ പോലെ, ജോർജ് കുട്ടിയെ പോലെ, വീരാൻകുട്ടിയെ പോലെ ഒരു സാധാരണ മനുഷ്യനാ. അങ്ങനെയാണെന്ന് ആളുകൾ വിചാരിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം എന്ന് ആരെങ്കിലും ഭാവിയിൽ വ്യാഖ്യാനിക്കുമെന്ന് പടച്ചോനറിയാലോ. അതുകൊണ്ട് അള്ളാഹ് എന്തെന്നാ പറഞ്ഞത്? അതുകൊണ്ട് പറഞ്ഞു നിർത്തിയില്ല. ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും,
ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. യൂഹാ ഇലയ്യ. പക്ഷെ നിങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത എനിക്കുണ്ട്. എന്താ? യൂഹാ ഇലയ്ക്ക, എനിക്ക് വഹി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റസൂല, അബ്ദുല്ലാഹി വറസൂലി. എന്നാൽ അതിന്റെ മുകളിലേക്ക് ഉയർത്തുന്നതിനെ റസൂൽ ഇഷ്ടപ്പെട്ടില്ല. എന്താ കാരണം? തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹാ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ആർ അല്ലാഹുവിന്റെ പരിധികളെ ലംഘിക്കുന്നുവോ അവർ ആരാണ്? അവരാണ് വാലിമീങ്ങൾ. ആ വാലിമീങ്ങൾ ആരാണ്? അലാ ലഅനത്തുല്ലാഹി അലൽ വാലിമീൻ. വാലിമീങ്ങളുടെ മേലാണ് അല്ലാഹുവിന്റെ ശാപം. മൂന്നാമത്തെ ദുൽമ് അദ്ദുൽമു ദുൽമുൽ ലിന്നാസ് ലിൽ ഇബാദ്. തന്റെ സഹചാരികളോട് സഹജീവികളോട് കാണിക്കുന്ന അനീതി, അത് വാക്കുകൊണ്ടായാലും ഇടപാടുകൾ കൊണ്ടായാലും അവരെ ഇൻസൾട്ട് ചെയ്യുന്നത് കൊണ്ടായാലും ഗീബത്ത് പോലെയുള്ള കാര്യങ്ങളിലായാലും അവകാശങ്ങളെ തിന്നുകൊണ്ട് ജനങ്ങളുടെ മുതലുകൾ അന്യായമായി തിന്നുകൊണ്ടോ അതിക്രമം കാണിച്ചുകൊണ്ടോ എന്തുകൊണ്ടായാലും നീതിക്കും മധ്യമ നിലപാടിനുമെതിരായി തന്റെ സഹജീവികളോട് ചെയ്യുന്ന അക്രമം, ഈ 3 തരത്തിലുള്ള അക്രമവും ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെയേറെ ശക്തമായി നിരോധിച്ചു. ഇന്നല്ലാഹ ലാ യദ്ലിമുൻ നാസ ശൈആ. അല്ലാഹു ഇന്നമസ് സബീലു അലല്ലദീന യദ്ലിമൂനൻ നാസ്. ജനങ്ങളോട് ദുൽമ കാണിക്കുന്നവർക്കെതിരെ കുറ്റം ചാർത്താനാണ് നിനക്ക് അധികാരമുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അതുപോലെ തന്നെ അധികാരമുള്ള ആളുകളോട് പറഞ്ഞു. അവരോടാണ് ജനങ്ങളോട് ദുൽമ കാണിക്കുന്നവനെതിരെ കുറ്റം ചാർത്തി അവനെതിരെ കേസെടുത്ത് അവനെതിരെ ആക്ഷൻ എടുക്കാൻ, നടപടിയെടുക്കാൻ അധികാരമുണ്ട്. എന്നാൽ അല്ലാത്തവർക്കില്ല. വയബൂന ഫിൽ അർദ്. ഭൂമിയിൽ അതിക്രമം കാണിക്കുന്നവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത്. ബിഗൈരിൽ ഹഖ് ഉലൈക ലഹും അദാബുൻ അലീം. അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. സഹോദരന്മാരെ, ഞാനും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞു, ഖുർആൻ നമ്മുടെ കയ്യിലെത്തി, ഒരു മുസ്ലിം സമൂഹത്തിലെ മെമ്പർ ആവാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. ഇതൊക്കെ ഉണ്ടായിട്ടും ദുൽമ് എന്ന് പറയുന്ന ഈ അഖ്ലാഖുസ് സയ്യിഅ, ഈ മോശപ്പെട്ട ദുർവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിലനിന്നുകൊണ്ട് നമ്മൾ മരിച്ചു പോവുകയും അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരാവുകയും ചെയ്യേണ്ടി വന്നാലുള്ള ദൗർഭാഗ്യം എത്രയാണ്. അതുകൊണ്ട് പഠിക്കണം, പരിശോധിക്കണം, മാറ്റങ്ങൾക്ക് സ്വയം വിധേയരാവാൻ ശ്രമിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും പാലിച്ചും മാനിച്ചും മുഅ്മിനായി മുത്തഖിയായി മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഉപദേശിക്കുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴും പറയാറുള്ളത് പോലെ ഇവരൊക്കെ സത്തിൽ ഒരുപാട് സ്ഥലം ബാക്കിയുണ്ട്, അടുത്തിരുന്ന് കൊടുക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് സ്ഥലം കൊടുത്ത് ബാക്കിൽ നിൽക്കുന്ന ആളുകൾ ഉള്ളിലേക്ക് കയറ്റിയിരുത്തുക. സഹോദരന്മാരെ, സഹോദരികളെ, ദുൽമ്, എല്ലാ നിലക്കുള്ള ദുൽമും ഏറ്റവും ശപിക്കപ്പെട്ടതാണ് ഇസ്ലാമിൽ. അത് ഓരോ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് അത് യസീദ് വയംഖുസ് ശിദ്ദത്തുഹു, അതിന്റെ ശിദ്ദത്ത് കൂടുകയും കുറയൊക്കെ ചെയ്യും. ആരോടും, മക്കളോട്, മാതാപിതാക്കളോട്, കുടുംബക്കാരോട് ഈ വിഷയം ഒരുപാട് വിശദമായി പറയാനുണ്ട്. പക്ഷെ ഞാൻ ബ്രീഫായിട്ട് പറയാം. ആരോട് ദുൽമ് കാണിക്കും? ഏറ്റവും പ്രയാസകരമായ ദുൽമ് ഏറ്റവും ദുർബലനായ ആളോട് കാണിക്കുന്ന ദുൽമാണ്. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ആളുകൾ അതിക്രമം കാണിക്കാരോടാണ്, അക്രമം അനീതി കാണിക്കാരോടാണ്. കയ്യൂക്കും അധികാരമൊന്നുമില്ലാത്ത ദുർബലനോടാണ്, വഈഫിനോടാണ്. നിങ്ങൾ നോക്കൂ, അശദ്ദു ഗളബി അലാ മൻ ളലമ മൻ ലാ യജിദു ലഹു നാസിറൻ ഗൈറി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഖുദ്സിയായ ഹദീസിൽ, എന്റെ കോപം ഏറ്റവും കഠിനമായത് അലാ മൻ ളലമ മൻ ലാ യജിദു ലഹു നാസിറൻ ഗൈരി, ഞാനല്ലാതെ സഹായത്തിന് മറ്റാരില്ലാത്ത പാവപ്പെട്ട ദുർബലനായ നിസ്സഹായനായ ഒരു മനുഷ്യനോട് കാണിക്കുന്ന അക്രമമാണ് എനിക്ക് ഏറ്റവും കോപം. ഞാനല്ലാതെ അവൻ ആരുമില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന പോലീസുകാരൻ അവന് ശ്രദ്ധ കൊടുക്കില്ല, ഒരു അധികാരിയുടെ അടുത്ത് ചെന്ന് അവരെ മൈൻഡ് ചെയ്യില്ല, ആരും അവന്റെ വാക്കുകൾ കേൾക്കില്ല. അങ്ങനത്തെ ഒരാൾ, അവനോട് ചെയ്യുന്ന ദുൽമാണ് അള്ളാഹുവിന് ഏറ്റവും വലിയ കോപം. അതുപോലെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത്തഖി ദഅവത്തൽ മദ്ലൂം,
ആക്രമിക്കപ്പെടുന്നവന്റെ, അനീതി ചെയ്യപ്പെടുന്നവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ ഭയപ്പെട്ടോളി. അല്ലേ? ഒരു കവി എത്ര സുന്ദരമായിട്ടാണ് അത് പറഞ്ഞത്. ലാ തളിലമന്ന ഇദാ മാ കുൻത മുഖ്തദിറ, നിനക്ക് സാധ്യമായിരിക്കെ നീ ഒരാളോട് ദുൽമ് കാണിക്കല്ലേ. എല്ലാ ദുൽമും അത് പര്യവസാനിക്കുന്നത് ദുഃഖത്തിലായിരിക്കും കേട്ടോ. നീ രാത്രി സുഖമായി പോയി കിടന്നിറങ്ങും, പക്ഷേ നിന്റെ അക്രമത്തിനും അനീതിക്കും വിധേയരായവൻ ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടാകും അവൻ. എന്നിട്ടോ നിനക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് രാത്രി അവൻ നിനക്കെതിരെ നിന്റെ റബ്ബിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കുന്നു. അറിയുമോ ഏതാണ് ആ റബ്ബെന്ന്? ഇന്ന റബ്ബക് വഅയ്നുല്ലാഹി ലം തനമി, നിന്റെ റബ്ബിന്റെ കണ്ണാവട്ടെ അതുറക്കം വരാത്ത കണ്ണാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, ഉറക്കമില്ലാത്തൊരു റബ്ബിനോട് നീ ഉറങ്ങുന്ന നേരത്ത് കൈയുയർത്തി പ്രാർത്ഥിക്കും. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ദുആഉൽ മദ്ലൂമി യർഫഉ ഫൗഖൽ ഗമാം, ആക്രമിക്കപ്പെട്ടവന്റെ, അനീതി ചെയ്യപ്പെട്ടവന്റെ അവകാശങ്ങൾ കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കാത്തവന്റെ അവന്റെ പ്രാർത്ഥന കാർമേഘങ്ങൾ കടന്ന് മുകളിലോട്ട് പോകും. വയഖൂലു റബ്ബു തബാരക വതആല, റബ്ബ് തബാരക വതആല പറയും വഇസ്സതി വജലാലി ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ, നിന്നെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നല്ലാഹ യുമഹിൽ അസ്സാലിം വലാ യുഹ്മിലു, അല്ലാഹു അക്രമിക്ക് അവസരം നീട്ടിക്കൊടുക്കും, പക്ഷേ അല്ലാഹു ഒരു അക്രമിയെയും വിടുകയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദുൽമു ദുലുമാതി യൗമൽ ഖിയാമ, ദുൽമ് ഖിയാമത്ത് നാളിലെ ഏറ്റവും വലിയ ഇരുട്ടാണ്. എല്ലാ ആളുകളും വെളിച്ചത്തിൽ നടക്കുമ്പോൾ വിശ്വാസികൾ നീ ചെയ്ത അക്രമത്തിന്റെ ഇരുട്ടിലായിരിക്കും. അതുകൊണ്ട് എന്താണ് സൊല്യൂഷൻ, മൽഹൽ, എന്താ നമ്മുടെ നിലപാട്, എന്തായിരിക്കണം ഈ നിലപാട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയണേ, നമ്മളിൽ എല്ലാ ആളുകളും ഒന്നുകിൽ ളാലിമായിരിക്കും അല്ലെ മദ്ലൂമായിരിക്കും പല സന്ദർഭത്തിലും, അല്ലെ നമുക്ക് ചില ആളുകൾ അങ്ങനെ കാണാം. അപ്പൊ രണ്ട് വിഭാഗത്തോടും മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഒരു ബാധ്യതയുണ്ട്. അതാണ് സുബ്ഹാനല്ലാഹ്, ഒരു ശാസ്ത്രത്തിലും ഒരു സാമൂഹ്യ ശാസ്ത്രത്തിലും കാണാത്ത അപാരമായ ഒരു നിലപാടാണ് ഇസ്ലാമിന്റെ നിലപാട്. റസൂൽ പഠിപ്പിച്ചത് എന്താ? റസൂൽ പറഞ്ഞത്, ലോകത്ത് രണ്ട് നിലക്കും സഹായിക്കാൻ ആളുണ്ടാവും. വാലിനെ സഹായിക്കാനും ആളുണ്ടാവും, മദ്ലൂമിനെ സഹായിക്കാനും ആളുണ്ട്. എല്ലാ കാലത്തുണ്ട്. അക്രമം ചെയ്താൽ അക്രമിന്റെ കൂടെ ആരും പോയിട്ട്, നമുക്കറിയാം നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ കുട്ടികൾ ആരെങ്കിലും തന്നെ ചെയ്താൽ വേഗം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എവിടെ പോയിട്ട് വേണ്ടതൊക്കെ ചെയ്യും. എന്താ റസൂൽ പറഞ്ഞത്? ഉൻസുർ അഖാക വാലിമൻ ഔ മദ്ലൂബ. നീതിയുടെ പ്രവാചകനാ പറഞ്ഞത്. അവർക്ക് പരിചയമുണ്ട് ഈ സ്റ്റേറ്റ്മെന്റ്. എന്താണ്? കബീലയിലെ അന്ന് നിലനിൽക്കുന്ന സാമൂഹ്യ ക്രമത്തിലെ അടിത്തറ തന്നതാ. നിന്റെ സഹോദരൻ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ സഹായിക്കണം. അത് അവിടെ നിലനിൽക്കുന്ന സ്വഭാവ. നീതിമാനായ റസൂൽ അതേ വാക്ക് ഉച്ചരിച്ചപ്പോ അത്ഭുതപ്പെട്ടു പോയി അവർ. നീതിയുടെ മതത്തിലും അങ്ങനെ തന്നെ. പക്ഷപാതിത്വമോ അല്ല. റസൂലിനോട് ചോദിച്ചു അവർ, ഖീല യാ റസൂലല്ലാഹ് അൻസുറുഹു മദ്ലൂമ, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക എന്നത് എനിക്കറിയാം, അത് ചെയ്യേണ്ടതാണ്. പക്ഷേ ഫകൈഫ അൻസുറുഹു വാലിമൻ, ഒരു മനുഷ്യൻ അക്രമിയാണ്, ഞാൻ എങ്ങനെ അവനെ സഹായിക്കുക? അതെന്ത് നിലപാടാണ്? അപ്പൊ റസൂൽ പറഞ്ഞുണ്ട്, അവനും സഹായം ആവശ്യമുണ്ട്. പക്ഷേ ആ സഹായത്തിന് മറ്റൊരു രീതിയുണ്ട്. ഖാൽ തഹ്ജിദുഹു ഔ തംനഉഹു അൻ ദുൽമിഹി ഫഇന്ന ദാലിക നസ്റു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒന്നുകിൽ നീ അവനെ തടയുക, അതല്ലെങ്കിൽ ആ അതിക്രമത്തിൽ അവനെത്തുന്നതിൽ നിന്ന് അവനെ വിലക്കുക. അതെന്താ? അവൻ പോയിട്ട് ഒരു അതിക്രമത്തിൽ പോയി വീഴുന്നതിൽ നിന്ന് അവന്റെ കൈ പിടിച്ചോ, അതും നീ നിന്റെ സഹോദരനെ ചെയ്യുന്ന സഹായ. ഒരു ഗുരുമുപ്പെട്ട് അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ വഴിയിൽ വെച്ചിട്ട് അവനെ തടയുക. അപ്പൊ ഒരു ദുൽമിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നുണ്ടെങ്കിൽ അവനെ തടയുക. മറ്റൊരു സ്ഥലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞ തർക്കുന, നിങ്ങൾ വാലിമീൻ ദുൽമ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, ദുൽമ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാനും പാടില്ല. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല വാലിമീങ്ങളുടെ കൂട്ടത്തിലാണ് പെടുത്തിയത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ വിശ്വാസിനികളെ എല്ലാ മേഖലകളിലുമുള്ള ഹക്കും അതിലും അള്ളാഹുവിന്റെ ദീനിന്റെ മാനദണ്ഡത്തിൽ അനുസരിച്ച് മനസ്സിലാക്കി
ആ ഹക്കും അതിലും കായിക്കൊണ്ട് ജീവിതത്തെ പടുത്തുയർത്തിയാൽ ഈ പ്രപഞ്ചത്തിന്റെ താളക്രമം എത്ര സുതാര്യവും വ്യവസ്ഥാപിതവുമാണോ അതുപോലെ നിർമ്മലവും വ്യവസ്ഥാപിതവുമായ ഒരു ജീവിത രീതി നമ്മൾക്കും കിട്ടും. അത് തന്നെ അള്ളാഹു ഓഫർ ചെയ്തത് ഒരു നല്ല മുഅ്മിൻ അള്ളാഹു ഹയാത്തുൽ തയ്യിബത്ത് കൊടുക്കും. അത് വെറുതെ കൊടുക്കുന്നതല്ല, കേവലം ഒരു ഈമാൻ കൊണ്ടോ ഒരു വിശ്വാസം കൊണ്ടോ ഒരു 5 നേരത്തെ നിസ്കാരം കൊണ്ടോ അല്ല. അള്ളാഹുവിന്റെ വ്യവസ്ഥ അതേപോലെ ജീവിതത്തിലേക്ക് ആഗിരണം ചെയ്ത് സന്നിവേശിപ്പിക്കുമ്പോൾ അങ്ങ് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. അള്ളാഹു അത്തരം ആളുകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا